ആദിത്യ ബിർള ഗ്രൂപ്പ് ചെയർമാൻ കുമാർ മംഗലം ബിർളയ്ക്കെതിരായുള്ള CBIയുടെ നടപടി കൂടുതൽ ചൊടിപ്പിച്ചിട്ടുള്ളത് കേന്ദ്ര വ്യവസായ മന്ത്രി ആനന്ദ് ശർമ്മയെയാണ്. ലോകം മുഴുവൻ ആദരിക്കുന്ന വ്യവസായ അധികായനെന്നാണ് ബിർളയെ ആനന്ദ് ശർമ്മ വിശേഷിപ്പിക്കുന്നത്. വ്യവസായ രംഗത്ത് അവിശ്വാസം സൃഷ്ടിക്കുന്ന നടപടിയാണിത്. തെറ്റായ തീരുമാനങ്ങളും ശരിയായ തീരുമാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം CBI മനസ്സിലാക്കണമെന്നും ആനന്ദ് ശർമ്മ പറഞ്ഞു. കോർപ്പറേറ്റ് കാര്യ സഹമന്ത്രി സച്ചിൻ പൈലറ്റും വാർത്താവിതരണ മന്ത്രി മനീഷ് തിവാരിയും ടെലികോം സഹമന്ത്രി മിലിന്ദ് ദേവറയും ഇതേ ഭാഷയിൽ തന്നെയാണ് CBI നടപടിക്കെതിരെ രംഗത്തെത്തിയത്. വിദേശ ആഭ്യന്തര നിക്ഷേപത്തെയും വിശ്വാസത്തെയും തകർക്കുന്ന നടപടിയാണ് CBIയുടേത്, സച്ചിൻ പൈലറ്റ് പറഞ്ഞു. വ്യവസായ രംഗത്ത് അനിശ്ചിതാവസ്ഥയും ഭയവും സൃഷ്ടിക്കുന്ന നടപടികളിൽ നിന്ന് CBI പോലുള്ള ഏജൻസികൾ വിട്ടുനിൽക്കണം. നയപരമായ തീരുമാനങ്ങളെയും ഉദ്യോഗസ്ഥരുടെ നടപടികളെയും ഇത് ബാധിക്കുമെന്നും സച്ചിൻ പൈലറ്റ് കൂട്ടിച്ചേർത്തു. വ്യവസായത്തിൽ നിന്ന് ആദായമുണ്ടാക്കുന്നത് തെറ്റായ കാര്യമാണെന്ന് വിശ്വസിച്ചിരുന്ന പുരാതന കാലത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് CBIയുടെ നടപടിയെന്നാണ് മനീഷ് തിവാരി പറഞ്ഞത്. വ്യവസായികളുടെ പേര് ഇത്തരം കേസുകളിലേക്ക് വലിച്ചിഴയ്ക്കുന്ന രീതിയെ ശക്തമായി എതിർക്കുമെന്ന് മിലിന്ദ് ദേവറയും പറഞ്ഞു. കുമാർ മംഗലം ബിർളയ്ക്ക് വേണ്ടി BJP വക്താവ് പ്രകാശ് ജാവദേക്കറും രംഗത്തെത്തി. പ്രധാനമന്ത്രിയെ രക്ഷിക്കാൻ വ്യവസായ പ്രമുഖരെയും ഉദ്യോഗസ്ഥരെയും ബലികാടുകളാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ജാവദേക്കർ പറഞ്ഞു. എന്നാൽ ശക്തമായ രേഖകളുടെ പിൻബലത്തോടെയാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് CBI മേധാവി രഞ്ജിത് സിൻഹ ചൂണ്ടിക്കാട്ടി. AB ബിർള ഗ്രൂപ്പിൽപ്പെട്ട ഹിൻഡൽകോ കമ്പനിക്ക് കൽക്കരിപ്പാട അനുവദിച്ചതിൽ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ചാണ് കുറ്റകരമായ ഗൂഢാലോചനയും അഴിമതിയും അടക്കമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തി കുമാർ മംഗലം ബിർളയെ CBI പ്രതി ചേർത്തിട്ടുള്ളത്.